الحمد لله الحمد لله رب العالمين غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, കാരുണ്യവാനായ നമ്മുടെ റബ്ബ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നിർദ്ദേശിച്ച കൽപ്പനകൾ ജീവിതത്തിൽ യഥാവിധം സൂക്ഷിച്ചും തഖ്വയോടുകൂടിയും ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബികൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണ്. കുറച്ച് ആളുകൾ കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. കപ്പലിൻ്റെ മേൽഭാഗത്ത് ആദ്യം വന്ന ആളുകൾ ഇരിപ്പിടം കരസ്ഥമാക്കി. സൗകര്യങ്ങൾ അധികവും മേൽഭാഗത്താണ്. പിന്നീട് വന്നവർ താഴ്ഭാഗത്ത് തങ്ങളുടെ സ്ഥലം കൈക്കലാക്കി. അങ്ങനെ താഴെയുള്ള ആളുകൾക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ, അവരുടെ ആവശ്യങ്ങൾ നേടണമെങ്കിൽ മുകൾ ഭാഗത്തേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്ന ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് ഒരാൾ പറഞ്ഞു, നമ്മൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് മുകളിൽ പോയി വെള്ളമെടുത്ത് കൊണ്ടുവരുന്നത്? നമ്മളാണല്ലോ കടലുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു ദ്വാരമുണ്ടാക്കിയാൽ നമുക്ക് വേണ്ട വെള്ളം അതിൽ നിന്ന് ലഭിക്കുമല്ലോ എന്നൊരാൾ അഭിപ്രായം പറഞ്ഞു. എന്നിട്ട് ഇത് വിശദീകരിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇൻ യത്റകൂഹും വമാ അറാദു ഹലകു ജമീഅ. അദ്ദേഹം ഈ ചെയ്യുന്ന പ്രവൃത്തിയെ തടയുവാൻ ഒരാളും തയ്യാറാകുന്നില്ല, അദ്ദേഹത്തിന് അതിന് അനുമതി നൽകുന്നു, ഒരാളും ഒന്നും പറയുന്നില്ല, തടയുന്നില്ല എങ്കിൽ തീർച്ചയായും അതിലുള്ള മുഴുവൻ ആളുകളും മുങ്ങി മരിക്കുക തന്നെ ചെയ്യും, അവർ നശിക്കുക തന്നെ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഇൻ അഖദു അലാ ഐദിഹിം,
ഇനി ആരെങ്കിലും അദ്ദേഹത്തിന്റെ കരങ്ങൾ പിടിച്ച് അദ്ദേഹത്തെ തടയുകയാണ് എങ്കിൽ നജൗ, അദ്ദേഹം രക്ഷപ്പെടും, വനജൗ ജമീഅ, അതേപോലെ അതിലുള്ള മുഴുവൻ ആളുകളും രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. തിന്മ കാണുമ്പോൾ ആ തിന്മയെ അതിൻ്റെ പാട്ടിന് വിട്ടാൽ അവിടെ എല്ലാവരും നശിക്കുകയാണ് ചെയ്യുക എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. 2025 വർഷം ആരംഭിച്ചത് മുതൽ ഇന്നത്തെ ദിവസം വരെ നമ്മൾ പത്രമാധ്യമങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ, നമ്മുടെ സാമൂഹിക മാധ്യമങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിലെല്ലാം നിറയുന്ന വാർത്തകൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അരാജകത്വത്തിൻ്റെയും തിന്മയുടെയും ഒക്കെ അധാർമികതയുടെയും ഒക്കെ അങ്ങേയറ്റത്തെ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. സുഖമില്ലാതെ കിടക്കുന്ന, രോഗം വന്നത് ചികിത്സിച്ച് കിടക്കുന്ന ഉമ്മയുടെ അടുക്കലേക്ക് അയൽപ്പക്കത്ത് നിന്ന് കത്തി വാങ്ങി കടന്നു ചെന്ന് ഉമ്മയെ കൊലപ്പെടുത്തിയ മകൻ. എന്നിട്ട് ആ മകൻ പറയുന്നത്, എന്നെ ജനിപ്പിച്ചതിന് ഞാൻ നൽകുന്ന ശിക്ഷയാണ് ഇത് എന്നുള്ളതാണ് ഒരു നിലക്കും കുറ്റബോധമില്ലാതെ ആ മകൻ പറയുന്നത്. ആ മകനെ കുറ്റം പറയുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ അവിടെ എന്താണ് ആ മകൻ വളർന്ന സാഹചര്യം, അതല്ലെങ്കിൽ എന്താണ് ആ മകനെ വളർത്തിയ സാഹചര്യം എന്നുകൂടി നമ്മൾ ആലോചിക്കണം. അതുപോലെ മാതാപിതാക്കളെ വീട്ടിലടച്ചിട്ട് വീടിന് തീ കൊടുത്ത് വൃദ്ധരായ മാതാപിതാക്കളെ തീയിലിട്ട് കരിച്ചു കൊന്ന ഈ അടുത്ത കാലത്താണ് ആ വാർത്ത നമ്മൾ വായിച്ചത്. അതുപോലെ അയൽവാസിയായ ആളുകളെ, അവിടുത്തെ ആളുകളെ കൊന്ന് അരിശം തീരാതെ വീണ്ടും അതിൻ്റെ കുറ്റം, അതിൻ്റെ ശിക്ഷ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ അത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇളവ് ലഭിച്ചപ്പോൾ തിരിച്ചു വന്ന് വീണ്ടും അയൽവാസികളെ കൊലപ്പെടുത്തി ഒരു കുറ്റബോധവുമില്ലാതെ നടന്നു പോകുന്ന പ്രതിയുടെ ചിത്രം കണ്ടവരാണ് നമ്മൾ. പ്രണയാഭ്യർത്ഥന നടത്തി അത് നിരസിച്ചു എന്ന കാരണത്താൽ പെൺ സുഹൃത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ആൺ സുഹൃത്തുക്കളുള്ള നാടായി നമ്മുടെ നാട്. കാമുകനെ വിഷം കൊടുത്തു കൊന്ന കാമുകിമാരുള്ള പെണ്ണുങ്ങളുള്ള നാടായി നമ്മുടെ നാട് മാറി. ഇത് ഈ കഴിഞ്ഞ ഒരു മാസത്തിൽ നടമാടിക്കൊണ്ടിരുന്ന അധർമ്മ തിന്മ പ്രവർത്തനങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. ഇതെല്ലാം നമ്മൾ കണ്ടു, കേട്ടു, വായിച്ചു. ഇനി നമ്മളൊന്ന് ആലോചിക്കുക, ഇതെല്ലാം നടന്നത് നമ്മുടെ സംസ്ഥാനത്താണ്, നമ്മുടെ നാടിൻ്റെ തൊട്ടരികിലാണ്. നമ്മൾ ഇന്നും കരുതുന്നത് ഇത് നമ്മുടെ അടുത്തെത്തിയില്ലല്ലോ, നമ്മുടെ നാട്ടിലല്ലല്ലോ, നമ്മുടെ അയൽപ്പക്കത്തല്ലല്ലോ, നമ്മുടെ കുടുംബത്തിലല്ലല്ലോ എന്നുള്ള ചിന്തയാണ് നമ്മളിൽ അധികം ആളുകൾക്കും ഉള്ളത്. ഇങ്ങനെ അധർമ്മ പ്രവർത്തനങ്ങൾ, അധാർമികത, അരാജകത്വം ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക. അതൊക്കെ അവര് നോക്കിക്കൊള്ളും, അതല്ലെങ്കിൽ അതൊക്കെ ആരെങ്കിലുമൊക്കെ ശരിയാക്കിക്കൊള്ളും എന്ന് പറഞ്ഞ്, കുറ്റം പറഞ്ഞ് മറ്റുള്ളവരെ പഴിചാരി തടി തപ്പാനാണ് നമ്മളിൽ പല ആളുകളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ വിശ്വാസികൾ ചെയ്യേണ്ട ബാധ്യത എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ സംബന്ധിച്ച് സൂറത്ത് ആലി ഇംറാൻ 3-ാം അധ്യായം 110-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, കുന്തും ഖൈറ ഉമ്മ. വിശ്വാസികളെ, വിശ്വാസിനികളെ, നിങ്ങളാണ് ഏറ്റവും ഉത്തമമായ സമൂഹം. ഉഖ്രിജത്ത് ലിന്നാസ്, ഈ ലോകത്തെ, ഈ ഭൂമിയിലെ മുഴുവൻ ആളുകളിലേക്കും മുഴുവൻ ജനങ്ങളിലേക്കും ഈ ലോകത്തിനും വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഉത്തമരായിട്ടുള്ള ആളുകളാണ് വിശ്വാസികളെ നിങ്ങൾ എന്ന് അല്ലാഹു തആല പറയുകയാണ്. എന്നിട്ട് അല്ലാഹു തആല നമ്മുടെ ബാധ്യതയെ സംബന്ധിച്ച് പറയുന്നു, തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങളെ വിശ്വാസികൾ അവരെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ടവരാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ അല്ലാഹു തആല
9-ാം അധ്യായം സൂറത്ത് തൗബ 71-ാമത്തെ സൂക്തത്തിൽ പറയുകയാണ്, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തി ബഅദുകും ഔലിയാഉ ബഅദിൻ. വിശ്വാസികളെ, നിങ്ങൾ വിശ്വാസികളും വിശ്വാസിനികളും നിങ്ങൾ പരസ്പരം ബന്ധുക്കളാകുന്നു, നിങ്ങൾ ഉറ്റമിത്രങ്ങളാകുന്നു, നിങ്ങൾ പരസ്പരം സഹായിക്കേണ്ടവരാകുന്നു, നിങ്ങൾ പരസ്പരം സാഹോദര്യത്തിൽ കഴിയേണ്ടവരാകുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ട് പറയുന്നു, യഅമറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് ഇത്തരത്തിൽ സമൂഹത്തിൽ അരാജകത്വം നടമാടിക്കൊണ്ടിരിക്കുമ്പോ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദ നസ്രാനികളെ ശപിച്ചതിന്റെ കാരണമായി ഈസാ അലൈഹിസ്സലാം, അതേപോലെ ദാവൂദ് അലൈഹിസ്സലാം അവരുടെ നാവുകൾ കൊണ്ട് ശപിച്ചതിന്റെ കാരണമായിക്കൊണ്ട് അല്ലാഹു തആല 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 78-79 സൂക്തങ്ങളിൽ വിശദീകരിക്കുന്നിടത്ത് അവരുടെ ഒരു സവിശേഷതയായി, അവരുടെ ഒരു പ്രശ്നമായിക്കൊണ്ട് അല്ലാഹു തആല പറഞ്ഞത്, കാനൂ ലാ യതനാഹൂന അൻ മുൻകരി ഫഅലൂഹു. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, അവർക്കിടയിലെ ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ അവരൊരിക്കലും വിരോധിച്ചിരുന്നില്ല. അവരൊരിക്കലും അതിനെക്കുറിച്ച്, ആ ദുരാചാരത്തെ അവരവരുടെ കൈ കൊണ്ട് തടയുവാനോ നാവ് കൊണ്ട് തടയുവാനോ തയ്യാറായില്ല എന്ന കാരണം കൊണ്ടാണ് അവരെ ദാവൂദ് അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം ഒക്കെ അവരുടെ നാവ് കൊണ്ട് ശപിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ അധാർമികത നടമാടിക്കൊണ്ടിരിക്കുമ്പോ, ഇത്തരത്തിലുള്ള അരാജകത്വം നടമാടിക്കൊണ്ടിരിക്കുമ്പോ അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ, അതവരുടെ ഇഷ്ടമല്ലേ? നമ്മൾ ഇടപെട്ടാൽ നമ്മോടുള്ള ഇഷ്ടം നഷ്ടപ്പെട്ടാലോ, നമ്മൾ ഇടപെട്ടാൽ നമ്മോടുള്ള ബന്ധം നഷ്ടപ്പെട്ടാലോ എന്ന ചിന്തയിൽ നമ്മൾ ഇടപെടാതെ നമ്മൾ മാറി നിൽക്കുകയാണ് പതിവ്. എന്നാൽ വിശ്വാസികൾ ചെയ്യേണ്ടതിനെ കുറിച്ച് ഒന്നുകൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി അബീ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, മൻ റആ മിൻകും മുൻകറൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് ഒരു കാഴ്ച കാണുന്നു, തിന്മയുടെ കാഴ്ച, അധാർമികതയുടെ കാഴ്ച, മോശത്തരങ്ങൾ നിങ്ങൾ കാണുകയാണ് എങ്കിൽ നിങ്ങൾ എന്താണ് അതിനെ ചെയ്യേണ്ടത്? നിങ്ങൾ ആ തിന്മയെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങൾ അതിനെ തടയണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി. ഇനി അത് നിങ്ങൾക്ക് നിങ്ങളുടെ കൈ കൊണ്ട് തടയുവാനുള്ള പരിധിയുണ്ട്, പരിമിതിയുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നാവ് കൊണ്ട് അരുതേ, വേണ്ട, ചെയ്യരുതേ, അത് തിന്മയാണ്, അത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് അതിനും സാധിക്കുന്നില്ല, നാവ് കൊണ്ട് തടയുവാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഫഇല്ലം യസ്തതി ഫബിഖൽബിഹി വദാലിക അദ്ആഫുൽ ഈമാൻ. നിങ്ങൾക്ക് കൈകൊണ്ട് തടയുവാൻ സാധിക്കുന്നില്ല, നാവ് കൊണ്ടരുതേ എന്ന് പറയുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ടെങ്കിലും അതിനെ വെറുക്കണം. അത് ഈമാനിന്റെ ഏറ്റവും ചെറിയൊരു അംശമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നാട്ടിൽ അധാർമികത കൊണ്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾ, അല്ലാഹു വിരോധിച്ച കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ, അല്ലാഹു വിരോധിച്ച കാര്യങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ആളുകൾ, പല ആളുകളെയും വഴിതെറ്റിക്കുന്ന ആളുകൾ, അവരെ നാട്ടിലെ പരിപാടികൾ വെക്കുമ്പോ, അതല്ലെങ്കിൽ അവരെ നാട്ടിൽ അത്തരത്തിലുള്ള വലിയ വലിയ കാര്യങ്ങൾ പണം ഒഴുക്കിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ അവരുടെ സമ്പാദ്യം കണ്ട്, അവരുടെ സമ്പത്ത് കണ്ടുകൊണ്ട് അവരുടെ അധാർമികതകൾക്ക് നേരെ നമ്മൾ കണ്ണടക്കുന്നുണ്ട് എങ്കിൽ, അത്തരം ആളുകളെ ക്ഷണിച്ചതിന്റെ ക്ഷണം നമ്മൾ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ, നമ്മുടെ മനസ്സുകളിൽ അവരോട് വെറുപ്പില്ല എങ്കിൽ, അവർ ചെയ്യുന്ന അധാർമികതയോട് നമുക്കൊരു നിലക്കുമുള്ള പുച്ഛമില്ല എങ്കിൽ, നമ്മൾ ഈമാനിന്റെ കണിക പോലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ ഉണർത്തുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
അതെങ്കിലും ചെറുതായിട്ടതെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള അധാർമിക പ്രവർത്തനങ്ങൾ കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ട് തടയുവാൻ കഴിയുന്ന മേഖലകളുണ്ട്. നമുക്ക് നമ്മുടെ നാവ് കൊണ്ട് തടയുവാൻ, പ്രതികരിക്കുവാൻ കഴിയുന്ന ഇടങ്ങളുണ്ട്. അവിടങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ ചോരയായ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നമ്മൾ എത്ര കണ്ട് ആലോചിച്ചിട്ടുണ്ട്. ഉമ്മയെ വെട്ടിക്കൊന്ന മകൻ, ആ മകൻ കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ പഠിച്ച് വിദ്യാഭ്യാസം നേടിയ മകനാണ്. ഇത് നേരത്തെ വിശദീകരിച്ച ആളുകളൊക്കെയും വിദ്യാഭ്യാസത്തിന് ഒരു നിലക്കുമുള്ള കുറവുമില്ല. നമ്മുടെ മക്കൾ ഉന്നതമായ ഡിഗ്രികൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. നമ്മുടെ മക്കൾ ഉന്നതമായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ടാകും. നമ്മുടെ മക്കൾ പല പല വിദേശ യൂണിവേഴ്സിറ്റികളിലും അതേപോലെ വലിയ വലിയ പഠന സൗകര്യങ്ങളിലുമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠിച്ച് വലിയവരായിട്ടുണ്ടാകും. എന്നാൽ ആ മക്കൾ അധാർമികത എന്താണ്, ധാർമ്മികത എന്താണ് എന്ന് ആ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. മതം എന്തിനാണ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. മതം എന്തിനാണ്? ശാസ്ത്രം പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ മതം എന്തിനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെള്ളം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് ശാസ്ത്രം പഠിപ്പിച്ചെന്നവരും 2 ഹൈഡ്രജൻ തന്മാത്രയും 1 ഓക്സിജൻ തന്മാത്രയും കൂടിച്ചേർന്നുകൊണ്ട് വെള്ളമുണ്ടാകുമ്പോ ആ വെള്ളം വിശന്ന് വലഞ്ഞു വരുന്ന നായക്ക് കൊടുത്താൽ അതിൽ സ്വർഗമുണ്ട് എന്ന് പഠിപ്പിക്കുന്നതാണ് മതത്തിന്റെ ഉത്തരവാദിത്തം, മതത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്. അത് ശാസ്ത്രീയ പുസ്തകങ്ങൾ തെരഞ്ഞാൽ, അത് കോളേജിലെ പുസ്തകങ്ങൾ തെരഞ്ഞാൽ, അത് പഠന പുസ്തകങ്ങൾ തെരഞ്ഞാൽ അത് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് മാതാപിതാക്കളോട് കരുണ ചെയ്യണം, അയൽവാസിയോട് കരുണ ചെയ്യണം, ചെറിയവരോട് കരുണ കാണിക്കണം, വലിയവരെ ബഹുമാനിക്കണം എന്ന് പഠിക്കണമെങ്കിൽ മതത്തെക്കുറിച്ച് ബോധമുള്ളവരാകണം നമ്മുടെ മക്കൾ. എന്നറിയണമെങ്കിൽ റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കുന്നവരാകണം നമ്മുടെ മക്കൾ. അങ്ങനെ നമ്മുടെ മക്കളെ മാറ്റിയെടുക്കുവാൻ, നമ്മുടെ മക്കൾ ചെയ്യുന്ന അധാർമിക പ്രവർത്തനങ്ങൾക്ക് പോലും വേണ്ട, അരുത് എന്ന് പറഞ്ഞ് തടയുവാൻ പോലും നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ഈമാൻ എവിടെയാണ്? നമ്മൾ ആലോചിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലയോ വിശ്വാസികളെ, നിങ്ങളെ സ്വന്തത്തെയും അതുപോലെ നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയെ തൊട്ട് കാത്തുരക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 66-ാം അധ്യായം സൂറത്ത് തഹ്രീമിലെ 6-ാമത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, വഖൂദഹന്നാസു വൽ ഹിജാറു അലൈഹാ മലായികത്തുൻ ളിലാലൻ ശദീദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹാ വയഫ്അലൂന മാ യുഅമറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ നരകം എന്ന് പറയുന്നത് മനുഷ്യരെ കത്തിക്കുന്ന, മനുഷ്യരെ മുഴുവനും അധാർമിക പ്രവർത്തനങ്ങൾ ചെയ്ത മുഴുവൻ മനുഷ്യരെയും ഇട്ട് കഴിഞ്ഞിട്ടും മതിയാകാതെ വരുമ്പോൾ കല്ലുകൾ കൊണ്ട് നിറച്ച് ആ കല്ലുകൾക്ക് മതിയാകാതെ വരുമ്പോ സുബ്ഹാനല്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാലുകൾ അതിലേക്കിടുകയും അതിലൂടെ നരകം മതി എന്ന് പറഞ്ഞ് അവസാനം അത് മതിയാക്കുകയും ചെയ്യുന്ന രംഗത്തെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ബൈക്കിന്റെ, നമ്മുടെ സ്കൂട്ടറിന്റെ എക്സോസില് കാല് വെക്കുവാൻ കൈവച്ചാൽ, അതിന്റെ പൊള്ളലേറ്റാൽ അത് സഹിക്കുവാൻ നമുക്ക് കഴിയില്ല. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ തീ പൊള്ളലേറ്റാൽ ആ പൊള്ളല് സഹിക്കുവാൻ അതിന് വല്ലാത്ത നീറ്റലുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി മടങ്ങ് നീറ്റലുള്ള പ്രയാസമുള്ള നരകം, ആ നരകത്തെ സൂക്ഷിക്കുവാൻ നമ്മോട് റബ്ബ് പറയുമ്പോ നമ്മൾ മാത്രം സൂക്ഷിച്ചാൽ പോരാ, നമ്മുടെ മക്കളെ അതിൽ നിന്നും സംരക്ഷിക്കണം, നമ്മുടെ കുടുംബത്തെ അതിൽ നിന്നും സംരക്ഷിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം ആലോചിക്കുക. എന്നില്ലെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലേക്ക് ഇത്തരം കാര്യങ്ങൾ കടന്നു വരുമ്പോ നമ്മുടെ സമീപനം എന്തായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലിമു അഹ്ലീകും ഖൈറാ. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ നന്മ പഠിപ്പിക്കുക, നന്മ പകർന്നു കൊടുക്കുക, ദീന് പകർന്നു കൊടുക്കുക എന്നാണ് ഈ ആയത്തിന്റെ വിവക്ഷയെന്ന് മഹാന്മാരായ സ്വഹാബിമാർ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ മക്കൾക്ക് ദീന് കൊടുത്തോ?
ആലോചിക്കണം. 5ാം ക്ലാസ് വരെ, 7ാം ക്ലാസ് വരെ, 8ാം ക്ലാസ് വരെ മദ്രസ കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലേക്ക് പോകുവാൻ നേരമില്ല, സ്കൂളിലേക്ക് പോകുവാൻ നേരം കിട്ടുന്നില്ല, ബസ് മിസ്സാകുന്നു എന്നെല്ലാം തൊടുന്യായങ്ങൾ പറഞ്ഞ് മക്കളെ മദ്രസാ വിദ്യാഭ്യാസത്തിൽ നിന്നും ദീനീ വിദ്യാഭ്യാസത്തിൽ നിന്നും മാറ്റിക്കൊണ്ടുപോകുന്ന രക്ഷിതാക്കളെ നമ്മൾ ആലോചിക്കണം. നാളെ വടിവാളെടുത്ത് കത്തിയെടുത്ത് നമ്മുടെ നേർക്ക് നമ്മുടെ മക്കൾ വരുമ്പോ ദീന് കൊടുത്തില്ലല്ലോ എന്ന് ആ നേരത്ത് പറഞ്ഞത് കൊണ്ടൊരു കാര്യവും ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, ദീനറിയണം, അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിനെ ഭയപ്പെടണം. അവനെ ഭയപ്പെടുന്ന മക്കളായി നമ്മുടെ മക്കളെ മാറ്റാൻ നമ്മുടെ മക്കൾക്ക് കൃത്യമായ ദീനീ വിദ്യാഭ്യാസങ്ങൾ നമ്മൾ കൊടുക്കണം. 8ാം ക്ലാസ് എത്തുമ്പോ, അതല്ലെങ്കിൽ പ്രായപൂർത്തിയാകുമ്പോ, ടീനേജിലെത്തുമ്പോ അവർക്ക് പല നിലക്കുമുള്ള ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോ, പെൺകുട്ടികൾക്ക് ആർത്തവം ഉണ്ടാകുമ്പോ, അതേപോലെ ആൺകുട്ടികൾക്ക് സ്ഖലനങ്ങളും സ്വപ്നസ്ഖലനങ്ങളും സംഭവിക്കുമ്പോൾ അവിടങ്ങളിലെല്ലാം എന്താണ് ചെയ്യേണ്ടതെന്ന് 5ാം ക്ലാസ്സിൽ വെച്ച് പഠിച്ചത് കൊണ്ട് കാര്യമില്ല. അവിടങ്ങളിൽ നിന്നെല്ലാം എന്താണ്, ഏത് രീതിയിലാണ് നമസ്കാരത്തിന് ശുദ്ധിയാകേണ്ടത് എന്ന് അത് ചെറിയ ക്ലാസ്സിൽ വെച്ച് പഠിച്ചത് കൊണ്ട് കാര്യമില്ല. അതെല്ലാം സംഭവിക്കുന്ന പ്രായങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കുവാൻ, കുട്ടികൾക്ക് ദീന് നൽകുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ മാതൽ ഇൻസാൻ ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യനെ മുഴുവൻ കാര്യങ്ങളും അതോടുകൂടി അവസാനിക്കും, പിന്നെ ഈ ദുനിയാവുമായിട്ടൊരു ബന്ധവും ഉണ്ടാവുകയില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങൾ ഒഴികെ. പ്രവാചകൻ പഠിപ്പിച്ചു, ഒന്ന് സ്വദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സ്വദഖയാണ്, നിലനിൽക്കുന്ന സ്വദഖയാണ്. നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ ഖബറുകളിലേക്ക് കിട്ടിക്കൊണ്ടു പോകുവാനുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ, നമ്മൾ നടത്തിയ ഇൻവെസ്റ്റ്മെന്റുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ നിലക്കുള്ള സ്വദഖകളാണ് നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്, അതാണ് നമുക്ക് ലഭിക്കുക. രണ്ടാമതായിക്കൊണ്ട് വഇൽമുൻ യുൻതഫഉ ബിഹി, അതേപോലെ രണ്ടാമത്തെ കാര്യം അറിവാണ്. എങ്ങനെയുള്ള അറിവ്? ഉപകാരപ്രദമായ അറിവ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വെള്ളത്തിന്റെ ശാസ്ത്രീയ ഘടന പഠിക്കുന്നത് അത് അറിവാണ്. എന്നാൽ ആ വെള്ളം ദാഹിച്ച് വലഞ്ഞു വരുന്ന പക്ഷിമൃഗാദികൾക്കും മനുഷ്യർക്കും നൽകണമെന്നുള്ളതാണ് ഉപകാരപ്രദമായ അറിവ് എന്ന് പറയുന്നത്. ആ അറിവ് അത് നിലനിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മൂന്നാമതായിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ശ്രദ്ധയോടെ കേൾക്കണം രക്ഷിതാക്കളെ. മൂന്നാമതായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, സൽപ്രവർത്തികൾ ചെയ്യുന്ന, നന്മകൾ ചെയ്യുന്ന ഒരു മകൻ, യദ്ഉ ലഹു, ആ മകൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ അത് ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മളൊന്ന് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞാൽ നമ്മുടെ കണ്ണ് താഴ്ത്തുവാൻ നമ്മുടെ മക്കൾക്കറിവുണ്ടോ? നമ്മുടെ മയ്യത്തിനെ കുളിപ്പിക്കുവാൻ നമ്മുടെ മക്കൾക്കറിയുമോ? നമ്മുടെ മയ്യത്തിന്റെ മുമ്പിൽ നിന്നും വിതുമ്പിക്കൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു എന്ന് ഏത് മുസ്ലിയാർ പ്രാർത്ഥിച്ചാലും ഏത് മൗലവി പ്രാർത്ഥിച്ചാലും കിട്ടാത്ത ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാൻ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. നമ്മൾ എന്താണ് ദീനീപരമായി നമ്മുടെ മക്കൾക്ക് നൽകിയിട്ടുള്ള വിദ്യാഭ്യാസം, ധാർമ്മികമായി എന്ത് വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നൽകി എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് ആ ദീനീ വിദ്യാഭ്യാസങ്ങൾ നൽകുവാൻ, ദീനിന്റെ പഠനങ്ങൾ നൽകുവാൻ നമുക്ക് സാധിക്കണം. അത് മക്കൾക്ക് മാത്രം ലഭിച്ചാൽ പോരാ, കുടുംബത്തിലെ എല്ലാവർക്കും ലഭിക്കണം. എല്ലാവരും ദീനറിയണം. ദീനറിയുവാൻ കഴിയുന്ന സമയങ്ങളിലൊക്കെ ദീനിനെ അറിയുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. വെള്ളിയാഴ്ച ദിവസം ജുമാ നടക്കുമ്പോൾ ആ ജുമാ പൂർണ്ണമായിട്ടും ലഭിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? ആലോചിക്കണം. നമ്മൾ ഇമാം മിമ്പറിലേക്ക് കയറുമ്പോ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് വരുന്നവരുടെ ലിസ്റ്റുകൾ എടുക്കുന്ന മലായിക്കത്തുകൾ അവരുടെ ഗ്രന്ഥം പൂട്ടിവെക്കുമെന്നാണ്. എന്നാൽ അവരുടെ ഗ്രന്ഥത്തിൽ പേര് ഉൾപ്പെടണമെങ്കിൽ ഇമാം മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് എത്തണമെന്നാണ്. ഇമാം മിമ്പറിൽ കയറി ഖുത്ബ തുടങ്ങുന്നത് മുതൽ അവസാനം വരെ പറയുന്ന ദീനിന്റെ കാര്യങ്ങൾ കേൾക്കുവാൻ തയ്യാറായി തിരക്കുകൾ ഒഴിവാക്കി വരാൻ നമ്മൾ സന്നദ്ധത കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. പല നിലക്കുമുള്ള വിജ്ഞാനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് നുകരുവാൻ നമ്മൾ എത്ര കണ്ട് സമയങ്ങൾ ചെലവഴിച്ചു നമ്മൾ ആലോചിക്കുക. ഈ പള്ളിയിൽ
സുബഹിന് ശേഷം ഹദീസ് ക്ലാസ് നടക്കുന്നുണ്ട്. അതേപോലെ ശനിയാഴ്ചകളിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായി കൊണ്ട് അസറിന് ശേഷം ഖുർആൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതിനോടൊക്കെ സഹകരിക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. 5 മിനിറ്റ് സുബഹിക്ക് ശേഷം ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ്സിൽ പോലും ഒന്ന് പൂർണ്ണമായിട്ടും ഇരിക്കുവാൻ സാധിക്കാത്തവരാണ് നമ്മൾ പല ആളുകളും. നമുക്ക് തിരക്കാണ്. എങ്ങോട്ടാണ് തിരക്ക്? അങ്ങാടിയിലേക്ക് പോയി ചായക്കടയിലിരുന്ന് രാഷ്ട്രീയം പറഞ്ഞ്, ഗീബത്ത് പറഞ്ഞ്, നമീമത്ത് പരത്തുവാനുള്ള ഓട്ടത്തിലാണ് നമ്മൾ. എന്നാൽ 5 മിനിറ്റ് ദീന് കേൾക്കുവാൻ, അതിലൂടെ ഒരു വിജ്ഞാനം കേൾക്കുവാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിൽ നിന്ന് വന്ന തിരുവചനങ്ങൾ കേൾക്കുവാൻ നമുക്ക് നേരമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, നമ്മൾ ചിന്തിക്കുക, നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ദീന് പഠിക്കുവാൻ നമ്മുടെ മക്കൾക്ക് മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ആലോചിക്കുക. സുബഹിക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ AC-യുടെ തണുപ്പിൽ കിടന്നുറങ്ങുന്ന മക്കൾ നമ്മുടെ വീട്ടിലുണ്ട്. ആ മക്കളെ വിളിക്കാതെ നമ്മൾ കടന്നു വരുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നരകത്തിന്റെ വിറകുകൊള്ളികളാക്കിക്കൊണ്ടാണ് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയക്കുന്നത്. നമസ്കരിക്കാത്ത മക്കളായി നമ്മുടെ മക്കൾ മാറിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം രക്ഷിതാക്കളായ നമുക്കാണ്. നമസ്കാരം ഉണ്ടാകുമ്പോഴേ, നമസ്കരിക്കുമ്പോഴേ തിന്മയിൽ നിന്നും മാറി നിൽക്കുകയുള്ളൂ എന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നമസ്കാരം നീചവും നിഷിദ്ധവുമായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു നിർത്തുമെന്നുള്ളതാണ്. നമ്മുടെ മക്കൾ നീചവും നിഷിദ്ധവുമായ കാര്യങ്ങളിൽ നിന്ന് തടഞ്ഞ് മാറി നിൽക്കണമെങ്കിൽ നമസ്കരിക്കുന്നവരായി നമ്മുടെ മക്കൾ മാറണം. അതിന് മാതൃക കാണിക്കേണ്ടവരാണ് രക്ഷിതാക്കളായ നമ്മൾ. ഉപ്പയും ഉമ്മയും നമസ്കരിക്കുന്നത് മക്കൾ കാണണം. ആ മക്കളോട് 7 വയസ്സ് മുതൽ നമസ്കരിക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഉപ്പയുടെ കൈപിടിച്ച് ജമാഅത്തിന് മക്കളെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഇതൊക്കെ കഴിയാതെ, ഇതിനൊക്കെ സാധിക്കാതെ, ഇതൊന്നും ചെയ്യാതെ മക്കൾ അവസാനം ഡിഗ്രി കഴിഞ്ഞ്, അതുപോലെ PG കഴിഞ്ഞ്, 10ാം ക്ലാസ് കഴിഞ്ഞ്, +2 കഴിഞ്ഞ് 18 വയസ്സ് പൂർത്തിയായതിനു ശേഷം അവരുടെ തോന്നിവാസങ്ങളിലേക്ക് നടക്കുമ്പോ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോ, അതുപോലെ പ്രണയത്തിൽ അകപ്പെടുന്ന അതിന്റെ ചതിക്കുഴികൾ വീഴുമ്പോ ആ നേരത്ത് തെരഞ്ഞു വരും പള്ളിയിലെ മൗലവിയെയും ഉസ്താദിനെയും. എന്നിട്ട് പറയും, ഒന്ന് മകനെ ഉപദേശിക്കണം, മകളെ ഉപദേശിക്കണമെന്ന്. ആ നേരത്തല്ല കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. അങ്ങനെയെങ്കിൽ ഏത് കാലത്തും പ്രാർത്ഥിക്കുന്ന മക്കളായി, നമുക്ക് വേണ്ടി നാളെ നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ പുണ്യങ്ങൾ വരുത്തുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറും. അതുകൊണ്ട് നമ്മുടെ മക്കളെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കുടുംബത്തെ നന്മയുള്ളവരാക്കി മാറ്റുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. അധാർമികത കാണുമ്പോ, തിന്മ കാണുമ്പോ അത് തടയുകയും നന്മ കൽപ്പിക്കുകയും ചെയ്യുക എന്ന വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മളത് കൃത്യമായി പൂർണ്ണമായും നിർവഹിക്കുക. അതല്ലെങ്കിൽ നമ്മളെല്ലാം ആ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമാകേണ്ടി വരും എന്ന ഗൗരവം നമ്മളിൽ ഉണ്ടാകുക. നാഥൻ അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബത്തിഹി അജ്മഈൻ വബഅദ്. ശഅബാൻ മാസത്തിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസത്തിലും വരാനിരിക്കുന്ന റമളാൻ മാസത്തിലും ഏത് സമയത്തും പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ശഅബാൻ മാസത്തിന്റെ പ്രത്യേകത, പല നിലക്കുമുള്ള കാര്യങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം, പ്രവാചകൻ ശഅബാനിൽ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിച്ചിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അവിടുന്ന് ചോദിച്ചു, എന്താണ് പ്രവാചകനെ മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ ഇപ്പോൾ നോമ്പ് നോൽക്കുന്നത്? പ്രവാചകൻ പറഞ്ഞത്, ഈ മാസം ജനങ്ങളിൽ അധികവും അശ്രദ്ധയിലാകുന്ന മാസമാണ്. ഈ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഈ മാസം പ്രവർത്തനങ്ങളെല്ലാം റബ്ബിങ്കിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. വർഷത്തിലെ പ്രവർത്തനങ്ങൾ റബ്ബിങ്കിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ പ്രവർത്തനം റബ്ബിങ്കിലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്.
സുന്നത്ത് നോമ്പുകൾ പ്രവാചകൻ വർദ്ധിപ്പിച്ചിരുന്ന മാസമാണ്. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ അതിനു മുമ്പുള്ള റമദാനിലെ വീട്ടാനുണ്ടായിരുന്ന നോമ്പുകൾ അധികവും പിടിച്ച് വീട്ടിയിരുന്നത് ശഅബാനിലായിരുന്നു. അങ്ങനെ റമദാനിന് വേണ്ടി ഒരു ഒരുക്കം ഒരുങ്ങേണ്ട മാസമാണ് യഥാർത്ഥത്തിൽ ശഅബാൻ മാസം എന്ന് പറയുന്നത്. ഈ ശഅബാനിൽ ഒരുപാട് ബിദ്അത്തുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് ശഅബാൻ 15 ബറാഅത്ത് രാവ് എന്ന പേരിലും അതുപോലെ ശഅബാൻ 15 പകൽ ബറാഅത്ത് നോമ്പ് എന്ന പേരിലും നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഒരു നോമ്പ്. ഇങ്ങനെ ഒന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹീഹായ ഒരു ഹദീസിലും നമുക്ക് കാണുവാൻ സാധ്യമല്ല. സ്വഹീഹായ ഒരു ഹദീസിലും നമുക്ക് കാണുവാൻ സാധ്യമല്ല. അങ്ങനെ ഒരു രാവോ അങ്ങനെ ഒരു പകലിലൊരു നോമ്പോ അങ്ങനെ അതുപോലെ ആ ഒരു രാവിൽ പ്രത്യേകമായ ഇബാദത്തുകളോ നമസ്കാരമോ ഒന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇതിലിവർ പറയുന്നൊരു ന്യായം, നോമ്പ് നോൽക്കുന്നവർ പറയുന്നൊരു ന്യായം, ഈ ഒരു ദിവസമാണ് ഖുർആൻ അവതരിപ്പിച്ചത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ റമദാനിലാണ് ഖുർആൻ അവതരിച്ചത്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് അത് ഖുർആൻ അവതീർണമായതെന്ന് ഖുർആൻ കൊണ്ട് നെസ്സായ കാര്യമാണ്. എന്നാൽ ഈ ബിദ്അത്തായ നോമ്പ് നോൽക്കുന്ന ആളുകൾ പറയുന്നത് അത് ലൗഹുൽ മഹ്ഫൂദിലേക്കാണ് ലൈലത്തുൽ ഖദറിൽ ഇറങ്ങിയത്, എന്നാൽ ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടത് ബറാഅത്ത് രാവിലാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒന്ന് പ്രവാചകന്റെ സ്വഹീഹായ ഹദീസിൽ നിന്നും കാണുവാൻ സാധ്യമല്ല. നോമ്പ് നോൽക്കുന്ന ആളുകളോട്, നോമ്പ് നോൽക്കാൻ പ്രേരിപ്പിക്കുന്ന പുരോഹിതന്മാരോട് നിങ്ങൾ ചോദിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്ന സ്വഹീഹായ ഒരു ഹദീസ് ഈ വിഷയത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് ബിദ്അത്തുകളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്ന് സുന്നത്തിനെ ജീവിതത്തിൽ പുൽകുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്നത്തിനെ ജീവിതത്തിൽ പുൽകി അധാർമികതയിൽ നിന്നും മാറി നിന്ന് നന്മകൾ അധികരിപ്പിച്ച് വിജയിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, എല്ലാം അറിയുന്ന തമ്പുരാനെ, ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായും ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയവരാണ് നാഥ ഞങ്ങൾ. ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഇണകളിൽ, ഞങ്ങളുടെ സന്താനങ്ങളിൽ കൺകുളിർമയെ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ ഇണക്കം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. അയൽവാസികൾക്കിടയിൽ നന്മയെ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. നാടുകളിൽ അരാജകത്വം നടമാടുമ്പോൾ ആ അരാജകത്വത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ നാടിനെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളുടെ നാവിലൂടെ, ഞങ്ങളുടെ കൈകളിലൂടെ അരാജകത്വത്തെ തടയുവാനുള്ള തൗഫീഖിനെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. നന്മയെ പ്രബോധനം ചെയ്യുവാൻ, പ്രചാരത്തിൽ കൊണ്ടുവരാൻ ഞങ്ങളിലൂടെ അതിനെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ, അതിനെ പ്രബോധനം ചെയ്യുവാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ, അവരുടെ കടങ്ങളെ നീ വീട്ടി നൽകി അവരുടെ സമ്പത്തിൽ ബർക്കത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. കച്ചവടത്തിൽ മാന്യങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്, അവരുടെ കച്ചവടത്തിൽ നീ ബർക്കത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, നേതാക്കൾ, ഗുരുനാഥന്മാർ, ഒരുപാട് ആളുകൾ, കഴിഞ്ഞ ആഴ്ച ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോയിട്ടുള്ള ബഹുമാന്യനായ പണ്ഡിതൻ, കേരളക്കരയിൽ പ്രശസ്തമായ മുബാഹലക്ക് സാക്ഷ്യം വഹിച്ച, മുബാഹല നടത്തി കള്ളപ്രവാചകത്വവാദികളായിട്ടുള്ള ഖാദിയാനികളുമായിട്ട് മുബാഹല നടത്തി ഇസ്ലാമിന്റെ ഇസ്സത്തിനെ ഉയർത്തിയ പണ്ഡിതനായിരുന്നു എം മുഹമ്മദ് മദനി. റബ്ബേ, അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അദ്ദേഹത്തെ ഞങ്ങളെയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഏറെ പൊറുക്കുന്നെല്ലാം അറിയുന്ന റബ്ബേ, ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, മർഹമത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കുന്ന റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം കഴിയുവാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. കുടുംബസമേതം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസികളിൽ നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും
മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ വഅജ്ർ വാലിദീന മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد والحمد لله رب العالمين وسلام على المرسلين.